ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ് എന്ന് നാം കണ്ടു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് എന്നേക്കും വസിക്കുന്നതിന് വേണ്ടി വന്നതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട എന്ന് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മളെ ബോധം വരുത്തുന്നു എന്നും കണ്ടു. ആത്മാവ് എന്നേക്കും നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഇവയെല്ലാം നാം പ്രാപിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായി നമ്മൾ കണ്ടു. അതുപോലെ നാം കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. അങ്ങനെ നാം എല്ലാവരും പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചവരാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ എന്ന് നാം കണ്ടു. അതുപോലെ നാം കണ്ടു പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നതാണ് ആത്മീയ വരങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് ആത്മാവ് നമ്മളിൽ വസിച്ചു, എന്നേക്കും വസിക്കുന്നുണ്ട്. ആദ്യദാനമായി വസിച്ച ആത്മാവ് നമ്മളിൽ എന്നേക്കും വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അച്ചാരം ഇതെല്ലാം നമുക്ക് പ്രാപിച്ചു. നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ അതെല്ലാം ദൈവം ദാനമായിട്ട് നമ്മൾക്ക് തന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കൊണ്ട് നാം അത് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് തന്നതാണ് മനസ്സിലാക്കി അതിനെക്കൊണ്ട് നമ്മൾ വ്യാപാരം ചെയ്ത് 30, 60, 100 മേനി വിളയിക്കണമെന്നുള്ളത് നാം കണ്ടു. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാമതായിട്ട് നാം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വരങ്ങളെ കൊണ്ട് നാം വ്യാപാരം ചെയ്യണമെന്ന് കണ്ടു. രണ്ടാമതായിട്ട് ഉള്ളത് പരിശുദ്ധാത്മാവിന് നാം നിറയണം എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് പരിശുദ്ധാത്മാവിൽ നിറയണമെന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറയണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫെസ്യർ 5:18 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എഫെസ്യർ ലേഖനം 5 അധ്യായത്തിൻ്റെ 5:15 മുതലുള്ള വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ 18 വാക്യത്തിൽ നാം കാണുന്നത് 15 വളരെ സൂക്ഷിച്ച് വേണം നാം ജീവിക്കണമെന്ന് 15 മുതൽ പറഞ്ഞിട്ട്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇവിടെ ഇപ്പോൾ പറയുകയാണ് നാം പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന്. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നാം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ഇതെടുക്കുമ്പോൾ മുദ്ര, അച്ചാരം ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് തരുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അത് നാം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ഒരു ഗ്ലാസ് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നാം പറയുന്നു അതിൻ്റെ 1/4 ഭാഗം മുഴുവനും നിറഞ്ഞു എന്ന് പറയും. ഇതുപോലെയാണോ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ? അല്ല. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ
നമ്മൾ വേറെ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണോ? അതൊന്നുമല്ല പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുക എന്നതാണ്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ സമ്മതത്തോടുകൂടെ നമ്മുടെ ജീവിതമാകുന്ന വണ്ടിയുടെ താക്കോല് കർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാകുന്ന ആ വണ്ടിയുടെ താക്കോല് കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ട് ഇനി ഞാനല്ല ഈ വണ്ടി ഓടിക്കുന്നത്, അങ്ങാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് അത് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ മദ്യം കുടിച്ച്, അതിൻ്റെ ഉദാഹരണം ആ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ. ഒരാൾ മദ്യം കുടിച്ച് മത്തനായി കഴിയുമ്പോൾ മദ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ആ മനുഷ്യനാകുന്നു. നമുക്കറിയാം, നല്ല സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് എഡ്യൂക്കേറ്റഡായിട്ട് ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ മദ്യം കുടിച്ച് അവൻ്റെ ബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ വെറും ഒരു സ്റ്റാൻഡേർഡില്ല വ്യക്തിയായിട്ട് അവൻ മാറുന്നു. അവൻ്റെ വായിൽ നിന്ന് തെറി മറ്റുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവൻ്റെ സ്വഭാവമെല്ലാം മാറുന്നു. അവൻ കലഹമുണ്ടാക്കുന്നു. അവൻ ഇമ്മോറലായിട്ട് തീരുന്നു. അവൻ ദുർനടപ്പിലേക്ക് പോകുന്നു. ഇതെല്ലാം ഒരു മനുഷ്യൻ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലഹരിയിൽ അവനാകുമ്പോൾ അപ്പോൾ അവനെ നിയന്ത്രിക്കുന്നത് മദ്യമാണ് അവനെ നിയന്ത്രിക്കുന്നത്. അവൻ സ്വന്തമായിട്ടുള്ള നിയന്ത്രണത്തിലല്ല, മദ്യം അവനെ നിയന്ത്രിച്ച് മദ്യത്തിൻ്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നാം പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിറയുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നാം ജീവിക്കുമ്പോൾ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർ ലേഖനം 5 അവിടെ 5:16 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പിൻ. ആത്മാവിൽ നിറയുമ്പോൾ നാം ആത്മാവിൻ്റെ ഹിതം അനുസരിച്ച് നമ്മൾ നടക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവയാണ്. ഈ വക പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ആത്മാവിൽ നിറയുവാനായിട്ട് സാധിക്കത്തില്ല. ഇത് ജഡത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്വഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടന്നു കഴിയുമ്പോൾ അനേക ഭാഗങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ജഡത്തിനെ അനുസരിച്ച് നടക്കുന്നത് മുഖാന്തരമായിട്ടുള്ള ഇത് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3 5 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പിൽ അവിടെ നടന്നു വന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, ഈ വക പ്രവൃത്തികൾ, ഈ വക സ്വഭാവങ്ങൾ, ഈ വക കാര്യങ്ങൾ അത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ഇതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം. ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആത്മാവിൽ നിറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് 1 പത്രോസ് 2 അതൊന്നും കൂടെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എങ്ങനെ നമ്മൾക്ക് ഈ സ്വഭാവങ്ങളെല്ലാം വിട്ടുകളയാനായിട്ട് സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വചനമെന്ന മായമില്ലാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ വചനമെന്ന മായമില്ലാത്ത ആ പാലിൻ്റെ അടുത്തിരുന്ന് ആ പാല് ഇഷ്ടം പോലെ കുടിച്ച് നാം വളർന്ന് വലിയതായി തീരുമ്പോൾ നമുക്ക് ഈ സ്വഭാവങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വാക്യവും കൂടെ വായിക്കാം. എബ്രായ ലേഖനത്തിൽ ഒന്നും കൂടെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. എബ്രായർ 4:12 വാക്യം. എബ്രായർ 4:12 കാണുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജങ്ങളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ക്രയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലുള്ള വാളാണ്. ആ ഇരുവായ്ത്തലുള്ള വാളിൻ്റെ മുമ്പാകെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കണ്ടല്ലോ. ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് അത് നീക്കിക്കളയുമ്പോഴേ, അതിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ട് തീരും എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ ജഡത്തിൻ്റെ മോഹങ്ങളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പകയും പിണക്കവും, ചാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് ഇതെല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നാം വളർന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ നിറയുന്നവരായിട്ട് തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന നാം ആ പുതുക്കം പ്രാപിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളിലുള്ള പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ഉരിഞ്ഞു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ അതാണ് പരിശുദ്ധാത്മാവ് നിറവ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരാൾ മദ്യത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ മദ്യം പറയുന്നതനുസരിച്ച് ജീവിച്ച് മദ്യത്തിൽ ആകുന്നത് പോലെ അവൻ്റെ നിയന്ത്രണം മദ്യമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറവിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം നമ്മുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളിലുള്ള അശുദ്ധികളെ മാറ്റിക്കഴിയുമ്പോൾ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായിട്ട് നാം ജീവിക്കണം എന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്. വരുന്ന ദിവസങ്ങളിൽ ആത്മാവ് നിറഞ്ഞവരായി ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനും ഹിതത്തിനും ഒത്തവണ്ണം ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.